ഗുഡ് ഈവനിങ് ഗൈസ്. വിറ്റാറ ബ്രസയുടെ നൈറ്റ് വ്യൂ കാണിക്കണമെന്നും പറഞ്ഞ് കുറച്ച് റിക്വസ്റ്റ് എനിക്ക് വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടി രാത്രിയിൽ. അപ്പം ഇവിടെ വെളിച്ചം കുറച്ച് കുറവാണ്. ഞാൻ നിങ്ങളെ വണ്ടിയുടെ ലൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് പെട്രോൾ വണ്ടിയാണ്. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഓൺ ചെയ്തു. പക്ഷേ ഞാനിതിൻ്റെ ഫോഗ് ലാമ്പും കൂടെ ഓണാക്കി വെച്ചതുകൊണ്ട് ബ്രേക്ക് ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ ഫോഗ് ലാമ്പും കത്തി. കണ്ടോ, ഇങ്ങനെയാണ് ആ ഒരു വിസിബിലിറ്റി വരുന്നത് മുന്നിൽ നോക്കുമ്പോൾ. ഫോഗ് ലാമ്പ് കമ്പനി ആക്സസറീസ് തന്നെ വാങ്ങിയത് കേട്ടോ, OEM ആക്സസറിയാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഉണ്ട്. കോർണറിലേക്ക് നമുക്ക് വെളിച്ചം കിട്ടില്ല, അത് ഡയറക്റ്റ് വെളിച്ചം കിട്ടുള്ളൂ. പണ്ട് നമ്മുടെ പോളോ യൂസ് ചെയ്തപ്പോൾ നമുക്ക് സൈഡും കൂടെ കുറച്ച് കാണാമായിരുന്നു, പക്ഷേ ഇതത് കിട്ടില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ വണ്ടി പുറകിൽ നിന്ന് കാണുമ്പോൾ. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഉണ്ട് LED ലൈറ്റിന്. പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ നല്ല വിസിബിലിറ്റി കിട്ടും ഈ ലൈറ്റിന്. പിന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ വേറെ ലൈറ്റും കൂടിയുണ്ട്, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്. അപ്പോൾ അത് ഇതും കൂടി ആകുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിരിക്കും. ആ സൈഡിൽ കാണുന്ന ചെറിയൊരു പീസില്ലേ, C, ഇവിടെ C എന്നും അവിടെ C തിരിച്ചെഴുതിയേക്കണം, അതാണ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആവുക ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നൈറ്റ് വ്യൂ വരുന്നത്. എൻ്റെ ഉള്ളിൽ നിന്നൊരു വ്യൂ നോക്കുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ചാവി ഇല്ല. ഞാൻ ചാവി ഇപ്പോൾ ഞങ്ങൾ പോയി വന്നുള്ളൂ, യാത്ര കഴിഞ്ഞിട്ട് ചാവി എടുത്ത് വെച്ചായിരുന്നു. അപ്പം ഏകദേശം ഇങ്ങനെയൊരു വ്യൂ ആണ് വരുന്നത്. ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇൻറ്റീരിയർ ലൈറ്റ് ഓഫ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഇൻറ്റീരിയർ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളിൽ കുറച്ച് വെളിച്ചം കുറവാണ്. ക്യാമറ കാണുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് തോന്നുമെങ്കിലും അത്രയും ബ്രൈറ്റ് ഇല്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഡോർ പാഡിലൊന്നും സ്വിച്ചസ് ഇലുമിനേറ്റഡ് അല്ല. ഇവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇലുമിനേറ്ററാണ്. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ ഒരെണ്ണം, അത് നമ്മൾ ശരിക്കും ആക്സസറിയിൽ വെച്ചതാണ്. ഇത് VXC മോഡലായതുകൊണ്ട് ഇതിന് വരുന്നില്ലായിരുന്നു. പിന്നെ ഹെഡ് ലൈറ്റ് ലെവൽ ചെയ്യുന്ന സ്വിച്ച്, ഇത്രയാണ് ഇലുമിനേഷൻ വരുന്നത്. പിന്നെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ വേറെ ലൈറ്റൊന്നും കാണാനില്ല വണ്ടിയുടെ മോൾ ഭാഗത്താണെങ്കിലും. പിന്നെ ഇവിടെ ഒരു ഹസാർ സ്വിച്ച് ഇലുമിനേഷനുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത്. ഫുട്ബോൾ ലൈറ്റ് ഉണ്ട് കേട്ടോ, അത് ഞാൻ ഫുൾ ടൈം ഓണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. അത് ഞാൻ വണ്ടി ഓഫ് ചെയ്യാം. പിന്നെ ഹസാറും കൂടെ ഞാൻ എടുത്തിട്ട് കാണിക്കാം. പുറകിൽ നിന്ന് മുമ്പിൽ ഞാൻ കാണിക്കാം. പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഈ വണ്ടിയുടെ 4 ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ, ഹസാർ ഓൺ ചെയ്യുമ്പോൾ നല്ലൊരു രസമുണ്ട്. ദൂരെ നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ കാണും. ആ മിററിൽ ലൈറ്റുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 LED. ഇത് പുറകിൽ നോക്കുമ്പോൾ മിറർ ലൈറ്റ് കുറച്ചുകൂടി എടുത്ത് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു കണ്ടോ, ഇങ്ങനെയാണ് പുറകിൽ നിന്നുള്ള വ്യൂ. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കണ്ടോ കറക്റ്റ് കാണാൻ പറ്റും. 2 മിററിൻ്റെ എഡ്ജ് കാണാൻ പറ്റുന്നുണ്ടോ, അതിങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ ഇതിനൊരു ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വണ്ടി ടേൺ ചെയ്യുമ്പം ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് എങ്ങോട്ടാണോ തിരിയുന്നത്, ഉദാഹരണത്തിന് ഇവിടുന്ന് വണ്ടി വരുന്നുണ്ടെന്ന് വിചാരിച്ചോ, അതിൻ്റെ കണ്ണാടി ലൈറ്റ് കണ്ടോ, അത് കറക്റ്റായിട്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന ആൾക്കത് മിസ്സായി പോവില്ല. നല്ല രീതിയിൽ അത് കാണാൻ പറ്റും.